അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയാതെ വയ്യ. മനുഷ്യ ജീവനുകൾ വച്ച് പന്തയം കളിക്കുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെയാണ് അയാൾ തോന്നുന്നത്. ഒരുപക്ഷെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനേക്കാൾ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനേക്കാൾ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പലപ്പോഴും തോന്നിപ്പോവാണ്. അതിന്റെ കാരണം ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാം. വെള്ളിയാഴ്ചകളൊക്കെ ആവുന്ന സമയത്ത് ഇയാൾ പറയും യുദ്ധം തീർന്നു, അല്ലെങ്കിൽ തീരാൻ പോകുന്നു, ഉടനെ തീരും, നാളെ തീരും, വെള്ളിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഒപ്പിടും, ശനിയാഴ്ച ഒപ്പിടും എന്നൊക്കെ ഇയാൾ ചില ട്വീറ്റുകൾ ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ തന്നെ തിങ്കളാഴ്ചയോട് കൂടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പറക്കാൻ തുടങ്ങും. ബുധനാഴ്ച ഇയാൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും, ഞാൻ ഉടനെ ബോംബിടും, അല്ലെങ്കിൽ ഇറാൻ അഹങ്കാരം കാണിച്ചാൽ വീണ്ടും ബോംബിടും, ധാർഷ്ട്യം കാണിച്ചാൽ ബോംബിടും എന്നൊക്കെ ഇയാൾ പറയും. ഉടനെ തന്നെ സ്റ്റോക്ക് താഴേക്ക് വീഴും. ഈ ഒരു സൈക്കിൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ട്രംപിന്റെ പ്രവചനാതീതമായ പ്രതികരണങ്ങളും സ്റ്റേറ്റ്മെന്റുകളും കാരണം സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ വാർത്തകൾക്ക് പിന്നാലെ ഓടി തല കറങ്ങി വീഴുകയാണ്. ആഗോള വിപണിയെ സ്വന്തം കൈവെള്ളയിലിട്ട് അമ്മാനമാടാൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അയാളുടെ ഈ യഥാർത്ഥ മുഖമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമമായിട്ടുള്ള CBS പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വേഷണാത്മക റിപ്പോർട്ടിലൂടെ ട്രംപ് എന്ന് പറയുന്ന മനുഷ്യന്റെ പുറകിലെ നിഗൂഢതകളും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ചില അയാളുടെ വിനോദങ്ങളുമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഒരു വശത്ത് ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തുകയും മറുവശത്ത് സമാധാനത്തിന്റെ രക്ഷകനായി സ്വയം ചമയുകയും ചെയ്യുന്ന ട്രംപിന്റെ പ്രസ്താവനകൾ വെറും ഒരു രാഷ്ട്രീയ നാടകം മാത്രമല്ല, മറിച്ച് കോടികളുടെ സാമ്പത്തിക നേട്ടത്തിനുള്ള കൃത്യമായ ഉഡായിപ്പാണ് എന്നത് പറയാതെ വയ്യ. ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സിൽ സമർപ്പിച്ച ഔദ്യോഗികമായിട്ടുള്ള സാമ്പത്തിക വെളിപ്പെടുത്തൽ രേഖകൾ വിശകലനം ചെയ്ത് CBS തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. 3642 ട്രേഡിങ്ങുകളാണ് ജനുവരി 6-നും മാർച്ച് 30-നും ഇടയിൽ മാത്രം ഈ 3 മാസത്തിനുള്ളിൽ ട്രംപിന്റെ പേരിൽ നടന്നത്. ആലോചിച്ച് നോക്കണം, 3642 ട്രേഡിങ്ങുകൾ ട്രംപിന്റെ പേരിൽ മാത്രം 3 മാസത്തിൽ നടന്നതാണ്. അതായത് ഒരു ട്രേഡിങ് ദിവസം ശരാശരി 63 ട്രേഡുകൾ വീതം. അതായത് ഓരോ 35 മിനിറ്റിലും ഒരു ഇടപാട്. 5700 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ കാലയളവിൽ ഉണ്ടായത്. ഈ ഇടപാടുകളുടെ ആകെ മൂല്യം 212 ദശലക്ഷം മുതൽ 695 ദശലക്ഷം ഡോളർ വരെയാണ്. അപ്പൊ ഇയാൾ ഈ ഭ്രാന്ത് കാണിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഈ മനുഷ്യൻ, സ്വന്തം നേട്ടങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട്. മാർച്ച് മാസത്തിലാണ് ട്രേഡിങ്ങുകൾ ഏറ്റവും ഉയർന്നിരിക്കുന്നത്. മാർച്ച് 23 എന്ന ഒറ്റ ദിവസം കൊണ്ട് മാത്രം ട്രംപിന്റെ അക്കൗണ്ടിൽ നിന്ന് 283 വാങ്ങലുകളും 17 വിൽപ്പനകളും നടന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ റിപ്പോർട്ടിലെ ഏറ്റവും വിവാദപരമായ ഭാഗം വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക നയങ്ങളും ട്രംപിന്റെ വ്യക്തിഗത ഓഹരി വാങ്ങലുകളും തമ്മിലുള്ള അവിശ്വസനീയമായ പൊരുത്തമാണ്. ജനുവരി 6-ന് ട്രംപിന്റെ പോർട്ട്ഫോളിയോ വൻതോതിലെ എൻവിഡിയ ഓഹരികൾ വാങ്ങി. തൊട്ടടുത്ത ആഴ്ച ചൈനയിലേക്കുള്ള അഡ്വാൻസ്ഡ് AI ചിപ്പുകളുടെ കയറ്റുമതി നിയന്ത്രണത്തിൽ ട്രംപ് ഭരണകൂടം ഇളവ് വരുത്തുന്നു. മാർച്ച് മാസം പ്രതിരോധ കമ്പനികളുടെയും പലാന്റിയർ കമ്പനിയുടെയും ഓഹരികൾ ട്രംപിന്റെ അക്കൗണ്ടുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി. ആഴ്ചകൾക്കുള്ളിൽ ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഈ കമ്പനിയുടെ സൈനിക മികവുകളെ പരസ്യമായി പ്രശംസിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ എലി ലില്ലി എന്ന മരുന്ന് കമ്പനിയുടെ ഓഹരികൾ വാങ്ങിയതും ആ കമ്പനിക്ക് അനുകൂലമായ സർക്കാർ നയങ്ങൾ വന്നതും കൃത്യം ഒരേ വിൻഡോയിലായിരുന്നു. എന്നുവെച്ചാൽ ട്രംപിന്റെ ഓരോ പ്രവർത്തികളും വളരെയധികം ആസൂത്രിതമായിട്ടാണ് എന്ന് വ്യക്തം. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മാർക്കറ്റിൽ ട്രംപ് കളിക്കുന്ന കളികളാണ് നമ്മൾ ഈ കാണുന്നത്. അതിനിപ്പോൾ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ മനുഷ്യജീവനുകളെയാണ്, മിഡിൽ ഈസ്റ്റിലെ മനുഷ്യ സമൂഹത്തെയാണ്. ട്രംപിനെ പോലെയുള്ള ബിസിനസ് മൈൻഡുള്ള ഒരാള് അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയപ്പോൾ ഉണ്ടായ വളരെ ദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ട്രംപ് ശരിക്കും മനുഷ്യ ജീവനുകൾ വെച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയാണ്. സ്റ്റോക്കിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തെയും കുറെ മനുഷ്യരുടെ ജീവിതത്തെയും ഉപയോഗപ്പെടുത്തുകയാണ് ഇയാള്. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ പറയും യുദ്ധം നിർത്തുന്നു എന്ന്, അടുത്ത ദിവസം ഇയാൾ പറയും ഇല്ല നിർത്തില്ല എന്ന്, ഇപ്പൊ ഞാൻ ബോംബിടുമെന്ന് പറയും, ഇപ്പൊ ഞാൻ പൊട്ടിക്കുമെന്ന് പറയും, ഞാൻ അത് നിർത്തിയെന്ന് പറയും. ഇങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ. ഇയാൾ ഇന്ത്യക്കെതിരെ പലപ്പോഴും സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയതും ഇന്ത്യൻ വിപണിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു.
അപ്പൊ ഈ തരത്തിൽ ഇയാൾക്കും ഇയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്കും പണമുണ്ടാക്കാൻ മാർക്കറ്റിൽ പല കമ്പനികളിലും പിടിമുറുക്കാനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന വൃത്തികെട്ട കളികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോർജ് H.W. ബുഷ്, ബിൽ ക്ലിന്റൺ, ജോ ബൈഡൻ തുടങ്ങിയ അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം തങ്ങളുടെ നിക്ഷേപങ്ങൾ ബ്ലൈൻഡ് ട്രസ്റ്റ് അഥവാ തങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര ട്രസ്റ്റുകൾ വഴി മാത്രമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തിപരമായ ലാഭത്തിന് കാരണമാകരുത് എന്ന ധാർമ്മിക ബോധം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളാണ് ട്രംപ് എന്നാണ് നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത്. അതായത് തന്റെ പോർട്ട്ഫോളിയോ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെന്റ് മാനേജർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഓർഗനൈസേഷൻ കൈകഴുകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വലിയ അഴിമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സെനറ്റർ എലിസബത്ത് വാറൻ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഇൻസൈഡർ ട്രേഡിംഗ് അഥവാ ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി ലാഭമുണ്ടാക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഉടനെ തന്നെ അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബിസിനസ്സുകാർക്ക് വിവരങ്ങൾ കൈമാറുന്നു. അതിനുശേഷം ഇയാൾ ഈ തീരുമാനം അങ്ങ് എടുക്കുകയാണ്. ഉടനെ തന്നെ സ്റ്റോക്ക് ഇടിയാം, ചിലപ്പോൾ ഉയരാം. ഇതനുസരിച്ച് ഈ കമ്പനികൾ പർച്ചേസിംഗ് നടത്തുന്നു, വിറ്റഴിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെ ഇയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നല്ല, ആഗോള വിപണിയിൽ മൊത്തത്തിൽ തന്നെ ഒരു ചൂതാട്ടം നടത്തിക്കൊണ്ട് ഈ ചൂതാട്ടത്തെ നിയന്ത്രിക്കുന്ന ആളായിട്ട് ഇരിക്കുകയാണ് ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന് തന്റെ പ്രസ്താവനകൾ കൊണ്ട് വിപണിയെ അമ്മാനമാടി സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന ഈ ട്രംപ് തന്ത്രം സമകാലിക ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണങ്ങളിൽ ഒന്നാണ്. നയങ്ങളല്ല, നോട്ടുകളാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇയാൾ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് ഒരു സമാധാനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇയാൾക്ക് നല്ല ബോധ്യമുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ അത്രയും അയാളും ഉണ്ടാക്കും, അയാളുടെ ബിനാമികളും ഉണ്ടാക്കും, ഇയാളെ കൂടെ നിൽക്കുന്ന സമ്പന്നരും ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ട് ഏത് രാജ്യത്തിന്റെയും സാമ്പത്തിക മേഖലയെ തകർക്കാൻ മടിയില്ലാത്ത ഒരാളായിട്ട് ഇയാൾ മാറുകയാണ്. പണ്ട് ജോർജ് സോറസ് പല രാജ്യങ്ങളിലും നടത്തിയിരുന്ന ഒരു പരിപാടിയാണിത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പല കമ്പനികളെയും രാജ്യങ്ങളെയും ഒക്കെ തകർക്കാൻ ജോർജ് സോറസ് അടക്കമുള്ള സമ്പന്നർ ശ്രമിച്ചിട്ടുണ്ട്. അതേ പാതയിലൂടെയാണ് പ്രസിഡന്റ് ട്രംപ് സഞ്ചരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. ഈ വിഷയത്തിലുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.